ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണല്ലോ ആൽവരസിന്റെ വിവാദ പെനാൽറ്റി കിക്ക്. കഴിഞ്ഞ ആഴ്ച നടന്ന UCL-ലെ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റിയൽ മാഡ്രിഡ് മത്സരത്തിലാണ് ഈ വിവാദമായ സംഭവം അരങ്ങേറിയത്. ആ വിവാദ ഗോൾ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഫുട്ബോൾ നിയമപ്രകാരം ഡ്യൂറിംഗ് ദ മാച്ചിൽ കിട്ടുന്ന ഏതൊരു കിക്കും, അത് പെനാൽറ്റി ആയാലും കോർണർ കിക്ക് ആയാലും ഫൗൾ കിക്ക് ആയാലും ഔട്ട് ബോൾ ആയാലും, ഡെഡ് ബോൾ സിറ്റുവേഷനിൽ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡബിൾ കോണ്ടാക്ട് വന്നാൽ തീർച്ചയായും റഫറി അത് ഫൗൾ വിളിക്കുകയും ഒപ്പോണന്റ് ടീമിന് ഒരു ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് അലൗ ചെയ്യുകയും ചെയ്യും. ഇതേ സിറ്റുവേഷനിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കിക്ക് ഗോളായാലും ഇല്ലെങ്കിലും ആ കിക്ക് ഡിസലൗഡ് ചെയ്യുകയും ചെയ്യും. സത്യത്തിൽ ഇതല്ല എന്റെ ചർച്ചാ വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് 3 വർഷമായി ഉറങ്ങിക്കിടന്നിരുന്ന ചില ഫാൻസുകാർ പുതിയൊരു കണ്ടുപിടുത്തവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോയാണ് നിങ്ങൾ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖത്തർ വേൾഡ് കപ്പിലെ ഫൈനൽ മത്സരത്തിൽ മെസ്സി അടിച്ച ഈ പെനാൽറ്റി കിക്ക് ഡബിൾ ടച്ച് ആണെന്നും ഇത് ഗോൾ അനുവദിക്കാൻ പാടില്ലെന്നും കപ്പ് ഫ്രാൻസിന് തിരിച്ചു കൊടുക്കണമെന്നാണ് ഈ ഫാൻസുകാരുടെ ഇപ്പോഴത്തെ നിലവിളി. ഈ ഗോളിന്റെ മറ്റു ചില വീഡിയോസ് കൂടി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. 3 വർഷം കഴിഞ്ഞിട്ടും ഫ്രാൻസിലെ ഒരു കളിക്കാരനോ അവരുടെ കോച്ചോ മാധ്യമ പ്രവർത്തകരോ മീഡിയയോ ലോകത്തുള്ള ഒരാൾ പോലും കണ്ടുപിടിക്കാത്ത പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ച ഈ ഫാൻസുകാരെ നമ്മൾ നമിച്ചേ മതിയാകും. എന്തായാലും നിങ്ങൾക്ക് കരയാനേ ഭാഗ്യമോ. കരയാം, ഇനിയും ഉറക്കെ കരയാം. കാരണം ഞങ്ങൾ ജയിച്ചവരാണ്, നിങ്ങൾ തോറ്റവർ.